would like to welcome you all, and today we are going to take BPAE 144. BPAE 144, Social Policies and Administration. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം സോഷ്യൽ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒന്നോ രണ്ടോ അല്ല, നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റില്ല, അത്രത്തോളം സംഘടനകളുണ്ട്. ഓക്കെ, അത് പിന്നീട് മനസ്സിലാവും. അതേമാതിരി ഇതിന്റെ കേസ് നശാമുക്തി ഭാരത് അഭിയാൻ, അതായത് ഡ്രഗ്, അതായത് അറിയാലോ ടുബാക്കോ ഇതേമാതിരിയുള്ള സാധനങ്ങള്, അത് മുക്തി ഭാരത്, അത് ഇറാഡിക്കേഷൻ ഓഫ് ദിസ് ഇത്തരത്തിലുള്ള ഈ നശ അല്ലേ, അത് ഈ ഡ്രഗൊക്കെ ഉണ്ടല്ലോ, അത് ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ടു ഡിസ്ക്രൈബ് ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. എങ്ങനെയാണ് ഓരോരോ രാജ്യങ്ങളും ഓരോരോ വിധത്തിലാണ് ഭരണം. അതേമാതിരി സോഷ്യൽ പോളിസിയും ഡിഫറെൻ്റ് ആണ്. അല്ലാണ്ട് ഇന്ത്യയിലുള്ള സോഷ്യൽ പോളിസി എല്ലാം മറ്റുള്ളവർക്ക് ചിലപ്പോൾ സാമ്യം ഉണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഓക്കെ, എക്സ്പ്ലോർ ദ വേരിയസ് ഗവൺമെന്റ് എൻറ്റിറ്റീസ് ഇൻവോൾവ് ഇൻ സോഷ്യൽ പോളിസി. അപ്പൊ ഏതെല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്പെൽ ഔട്ട് ദ സെവറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇന്ത്യയിൽ. ആൻഡ് കോർപ്പറേഷൻ ഉണ്ട്, അതൊക്കെ വരുന്നുണ്ട്. ഇൻവോൾവ് ഇൻ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ സോഷ്യൽ പോളിസീസ്, അതും വരുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പേ പറയാനുള്ള എന്താണ് വെൽഫെയർ. വെൽഫെയറിന്റെ താഴെ 3 കാര്യങ്ങളാണ്. ഞാൻ പലതും ഇത് ബുക്കിൽ ഇല്ലാത്ത പറയും, അത് ശ്രദ്ധിക്കുക. ബാക്കി ബുക്കിലുള്ളതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, കാരണം സിമ്പിൾ ഇംഗ്ലീഷാണ് അതില്. അപ്പൊ ഈ ബുക്കിൽ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇത് വാല്യൂ അഡീഷൻ ആയിട്ട് ഞാൻ തരുന്നു. ഈ വെൽഫെയർ എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ ജസ്റ്റിസ് 3 വിധത്തിലാണ് വെൽഫെയർ. ഒന്ന് സോഷ്യൽ ജസ്റ്റിസ്, രണ്ടാമത് സോഷ്യൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ പീസ്. ഈ 3 എണ്ണമാണ് വേണ്ടത്. പീസിൽ വെൽഫെയർ മീൻസ് സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ ബാലൻസ്, സോഷ്യൽ പീസ്. ഓക്കെ, നൗ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് യൂണിറ്റ് ഈസ് you will learn about the way social policies have been administered. എങ്ങനെയാണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. വിത്ത് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്സ്, അനവധി പുതിയ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഓരോരുത്തരും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആൻഡ് ദ റിന്യൂഡ് കമ്മിറ്റ്മെന്റ് ടു കാറ്റർ ടു അണ്ടർസർവ്ഡ്, അതായത് ഇതുവരെ എത്താത്ത സ്ഥലത്ത് ഓരോരുത്തർക്ക് ചില കാര്യങ്ങളൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്ട് ചില സമയത്ത് അതൊന്നും ചിലപ്പോൾ പ്രയോജനമായി തന്നെ വരില്ല. കാരണം ഇത് ഉണ്ട്, കുറെ സ്ഥാപനങ്ങൾ കുറെ ഉണ്ട്, പക്ഷെ എന്താ പറയണ്ടത്, പലരുടെയും അതേ സ്ഥിതിയിൽ തുടരുന്നു. ദർ വാസ് എ ഗ്രോയിങ് നീഡ് ഫോർ, ഞാൻ ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഓരോന്നും നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കണു. ദർ വാസ് എ ഗ്രോയിങ് നീഡ് ഫോർ സോഷ്യൽ പോളിസി. സോഷ്യൽ പോളിസിയിൽ നമ്മൾ വളരെയധികം ഒരു നീഡ് ആവശ്യമാണ് സോഷ്യൽ പോളിസിയിൽ. അപ്പോൾ ടു അഡ്മിനിസ്റ്റർ വെൽഫെയർ പ്രോഗ്രാമിന് ആദ്യം വേണ്ട ഒരു നല്ല ലീഡർഷിപ്പ് വേണം, നല്ല മാനേജ്മെന്റ് വേണം, പ്രോപ്പറായി ഡിസിഷൻ മേക്കിംഗ് വേണം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ഓരോന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. ഇന്ത്യയുടെ സോഷ്യൽ പോളിസി അഡ്മിനിസ്ട്രേഷൻ റെഫർ ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അഡ്മിനിസ്റ്റർ ദ വെൽഫെയർ പ്രോഗ്രാം ഇൻ എൻ ഓർഗനൈസ്ഡ് വേ. ഇറ്റ് ഇൻക്ലൂഡ് ലീഡർഷിപ്പ്. നിങ്ങൾ എന്തുണ്ടായിട്ട് ലീഡർഷിപ്പ് ശരിയല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ തന്നെ ആലോചിച്ച് ഓരോരോ രാജ്യങ്ങളിലത്തെ ലീഡർഷിപ്പ് നോക്കിക്കോളൂ. ആ രാജ്യത്തിന്റെ പുരോഗതി ആ ലീഡർഷിപ്പിലാണ്. ചെറിയ കൊച്ചു രാജ്യങ്ങളായ ഇപ്പൊ ന്യൂസിലാൻഡ് ഇതേമാതിരിയുള്ള രാജ്യങ്ങൾ നോക്കൂ, എത്ര സുന്ദരമായ ഭരണമാണ് കാഴ്ചവെക്കുന്നത് നോക്കിക്കോളൂ. ചെറിയ ഏതാനും കോടി പോലും ജനത്തിൻ്റെ സംശയമാണ്, ലക്ഷമേ ഉള്ളൂ. അവിടെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഭരണം കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കൂ. അതേ സ്ഥാനത്ത് ശ്രീലങ്കയുടെ കാര്യം നോക്കൂ, പാകിസ്ഥാന്റെ കാര്യം നോക്കൂ, ബംഗ്ലാദേശിന്റെ കാര്യം നോക്കുള്ളൂ. അതേമാതിരി മറ്റുള്ള ആരെയും നമ്മൾ താത്തിയിട്ട് പറയല്ല, നമ്മുടെ ഇന്ത്യയിലും അത് അനവധി ഗുണങ്ങളും സൽഗുണങ്ങളും അതേമാതിരിയുള്ള ചില ഡ്രോബാക്സ് ഉണ്ട്. കാരണം ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നമുക്ക് അവർ മറ്റുള്ളവരെമാതിരി നമുക്ക് പെട്ടെന്ന് വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം നിയമപ്രകാരം ചെയ്യാൻ പറ്റും. ഒരാളെ പെട്ടെന്ന് തൂക്കി കൊല്ലാനോ മറ്റുള്ള ഗൾഫ് കൺട്രീസുമാർ ഷൂട്ട് ചെയ്യാനോ നമുക്ക് അധികാരമില്ല. ഷൂട്ട് ചെയ്ത്, അതായത് വെടിവെച്ച് കൊല്ലുക, അതേമാതിരി ഒക്കെ കുറ്റം ചെയ്തവരെ കൊല്ലുന്ന ഏർപ്പാട്, അതിനൊക്കെ ഇതുണ്ട്. നിങ്ങൾക്കറിയില്ല, 30-35 വർഷമായിട്ട് നമ്മുടെ ജയിൽവാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെ തൂക്കിക്കൊന്നിട്ടൊന്നുമില്ല. അപ്പൊ വളരെ റയറസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ തൂക്കിക്കൊല്ലല്. മനസ്സിലായില്ലേ?
അങ്ങനെ പലതും ഉണ്ട്. സ്ത്രീകളെ ഇല്ല, ഹാൻഡിക്യാപ്ഡിനെ തൂക്കി കൊല്ലില്ല, അങ്ങനെ പല ഇതുണ്ട്. മറ്റുള്ളവർക്കൊന്നും ബാധകമല്ല. അവിടെ വരിവരിയെ നിർത്തുന്നുണ്ട്, ഷൂട്ട് ചെയ്ത് കൊല്ലും, മനസ്സിലായി, കുറ്റങ്ങൾ ചെയ്താൽ. ഓക്കെ, അപ്പോ അതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത. അപ്പൊ ഇൻട്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ വളരെ നല്ല ഇതായിരിക്കണം. ഡിസിഷൻ എടുക്കുന്നത് അപ്രോപ്രിയേറ്റ് ടൈം ആയിരിക്കണം. ഇത് ആകാശം നോക്കിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുകയായിരിക്കുക. നിങ്ങൾ ഇന്ന് ഡിസിഷൻ എടുത്തിട്ട് നാളെ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ, ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഇന്ന് ഡിസിഷൻ എടുക്കുന്ന നാളെ ഡിസിഷൻ എടുത്താൽ അവരെ മുഴുവൻ വാഹനങ്ങളും മറ്റേ ഇവിടെ ഉള്ളിൽ വരില്ലേ, മറ്റേ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ വരില്ലേ. ഡിസിഷൻ ഷുഡ് ബി വെരി പ്രോംപ്റ്റ്. അപ്പൊ അതേമാതിരിയാണ് ഓരോരോ കമ്പനി ഉള്ളത്. ഇന്ന് എടുക്കേണ്ട ഡിസിഷൻ ഇന്ന് തന്നെ എടുത്തോളണം, ഇല്ലെങ്കിൽ പോയി നാളെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ നമ്മൾക്ക് സെറ്റ് ബാക്ക് ഉണ്ടാവും. സോ ഇൻ ദിസ് യൂണിറ്റ് യു വിൽ സ്റ്റഡി ദ വേരിയസ് ഗവൺമെന്റ് എന്റിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ സോഷ്യൽ. അപ്പൊ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് ഇതിൽ ഉള്ളത്? സോഷ്യൽ പോളിസി അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇവിടെ പറയാനുള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ്. ജസ്റ്റ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മളൊരു സൊസൈറ്റി നന്നായിട്ട് ബിൽഡ് ചെയ്യണം. നമ്മുടെ നല്ല സൊസൈറ്റി ആയിരിക്കണം. നമ്മൾ ജീവിക്കാൻ നാലുപുറം നമ്മുടെ നല്ല സൊസൈറ്റിയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ട്രിബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സൊസൈറ്റി അല്ല വേണ്ടത്. പിന്നെ അതിൽ സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നല്ലതായിരിക്കണം. സോഷ്യൽ പോളിസി വളരെ ഗുണമുള്ളതായിരിക്കണം. സൗണ്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ പോളിസി സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ ക്ലാരിറ്റി വേണം. അതിൻ്റെ പുറമെ ക്ലിയർ ഗൈഡ് ലൈൻസ് വേണം. പിന്നെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ട്രെയിൻഡ് മാൻ പവർ വേണം. പോളിസി ഉണ്ടാക്കിയാൽ പോരല്ലോ, അത് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഡിജിറ്റലൈസേഷൻ, ആള് കമ്പ്യൂട്ടർ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർ അറിയില്ലെങ്കിൽ എന്താ ചെയ്യുക? ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന ആൾക്കൊന്നും അറിയില്ല. നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ നമ്മള് പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോണ സമയത്ത് നമ്മളെ റെസീറ്റ്, അവരുടെ ആകെ ഡ്യൂട്ടി റെസീറ്റ് കൊടുക്കലാണ്. നീതി അത് റെസീറ്റ് കൊടുക്കുക. ആ റെസീറ്റ് കൊടുക്കാൻ പോലും അവര് 1 മണിക്കൂറിലായിരുന്നത്. കാരണം പല കാരണങ്ങളാണ്. ഒന്ന് അവരുടെ ലേസിനെസ്, അതേമാതിരി വേണോ വേണ്ടതെന്നുള്ള ഇതിലാണ് മെല്ലെ 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 ചെയ്തിട്ട്. അപ്പൊ എന്താണ് പറയേണ്ടതെന്ന് അറിയോ? സോഷ്യൽ പോളിസി പറഞ്ഞ ടു സെർവ് ദ സൊസൈറ്റി വെൽ. അതാണ്. ഇത് ഈ പറയുന്നതൊന്നും പ്രൈവറ്റിൽ പറയുക, അതിനെ തട്ടിവിടത് കംപ്ലീറ്റ്. അപ്പൊ പ്രൈവറ്റിൽ അത് പറ്റില്ല. അപ്പൊ ഗവൺമെന്റിലാണ് വെച്ചാൽ ഗവൺമെന്റിൽ എല്ലായിടത്തും ഇതേമാതിരിയാണ് എന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഞാനൊക്കെ ഗവൺമെന്റിൽ ജോലി ചെയ്താണ്. ഞങ്ങളൊക്കെ വളരെയധികം സിൻസിയറായിട്ട് നമ്മള് സൺറൈസും സൺസെറ്റും കാണാതെ നമ്മൾ വർക്ക് ചെയ്ത ആളാണ് എത്രയോ വർഷങ്ങൾ. അപ്പൊ എൻ്റെ അർത്ഥം സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലി കിട്ടിയാലോ സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടിയാലോ നമ്മൾ വളരെ സമാധാനം, 58 വയസ്സ് വരെ 60 വയസ്സ് വരെ ഇനി ജോലി, അങ്ങനെയല്ല. വളരെ സിൻസിയർ. നിങ്ങൾ ടാക്സ് പേയുടെ കാശാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. അതുകൊണ്ട് യു ഷുഡ് ബി ലോയൽ ടു ദ സിറ്റിസൺ ആൻഡ് ടു ദ സൊസൈറ്റി ആൻഡ് യു ഹാവ് ടു ഗിവ് ഡൈനാമിക് നല്ല വർക്ക്. അതേമാതിരി ലോയൽറ്റി ടുവേർഡ് ദ ഓർഗനൈസേഷൻ. അത് ഗവൺമെന്റ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങളത് കാണിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ ചിലവരുണ്ട്, എനിക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ UPSC കിട്ടി, അല്ലെങ്കിൽ PSC കിട്ടി, അല്ലെങ്കിൽ KS കിട്ടി, ഇനി 58 വയസ്സ് വരെ എന്നെ ആരൊക്കെ ടച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 56 വയസ്സ് വരെ. അങ്ങനെയുള്ള ഒരു ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവില്ല, നിങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്വയം വളരണം എന്ന് വെച്ചാൽ ത്രൂ എക്സ്പീരിയൻസിലൂടെ സാധിക്കൂ. ആൻഡ് ഫോർ ദാറ്റ് യു ഹാവ് ടു ഷോൾഡർ ഹൈ റെസ്പോൺസിബിലിറ്റീസ്. ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാൻ പറ്റുന്നു. ഒരു കൊച്ചുകുട്ടി ആദ്യം വീണ് അങ്ങനെയാണ് മെല്ലെ 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 നിൽക്കാൻ പഠിക്കുന്നത്. അതേപ്രകാരം നമ്മളും അതെ, നമ്മുടെ ജീവിതത്തിൽ സഫലമാകണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് സാധിക്കൂ. എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടുക? നമ്മളെ ഒരു കാലത്ത് റെയിൽവേയില്, ഞാൻ പലതും ഇതിലില്ലാത്ത പറയും, നിങ്ങളുടെ പ്രയോജനകരമായുള്ള ചില കാര്യത്തിനാണ് പറയുന്നത്. പണ്ട് ഒരു കാലത്ത് റെയിൽവേയില് 18-20 വയസ്സില് അല്ലെങ്കിൽ 21-22 വയസ്സില് ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ലോവർ ഡിവിഷൻ ക്ലർക്ക്. അതേ പോസ്റ്റില് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതിലൊരു അർത്ഥമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, പക്ഷെ ചിലപ്പോൾ അവർക്ക് ചാൻസ് ഉണ്ടാവില്ല, പ്രൊമോഷൻ ചാൻസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പലതുമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രൊമോഷൻ നമ്മുടെ കയ്യിൽ ഒരാൾ കൊണ്ടുവന്ന് തരില്ല. നമ്മുടെ മഹാബലി ഓണത്തിന് വരുന്ന മാതിരി നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ല. എവിടെയെങ്കിലും യു ഹാവ് ടു വർക്ക് ഹാർഡ് ആൻഡ് യു ഷുഡ് ഷോ യുവർ എബിലിറ്റി ആസ് കമ്പയർഡ് ടു അതേഴ്സ്. മനസ്സിലായില്ലേ?
അല്ലാണ്ട് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ 3 കൊല്ലമായി എനിക്ക് പ്രൊമോഷൻ ഡ്യൂ ആണ്, അങ്ങനെ ഓട്ടോമാറ്റിക് കിട്ടുന്ന അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് അത് നോക്കണ്ടേ. പിന്നെ നിങ്ങളുടെ വളർച്ച, അതിനോടൊപ്പം ഒരു ഹയർ പോസ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് കൂടി നോക്കും. ഇപ്പൊ ഒരു ഓഫീസർ, സീനിയർ ഓഫീസറായി വിചാരിക്കുക, സീനിയർ ഓഫീസർ ഡെപ്യൂട്ടി മാനേജറായി വിചാരിക്കുക, ആ ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് എനിക്ക്. അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ കൂടുതൽ വേണം, എക്സ്പീരിയൻസ് കൂടുതൽ വേണം, നിങ്ങൾ വളരെ ഡൈനാമിക് ആയിരിക്കണം. ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഈ പ്രൊമോഷൻ, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഓട്ടോമാറ്റിക് നിങ്ങളുടെ റൈറ്റ് അല്ല ഈ പ്രൊമോഷൻ. പ്രൊമോഷൻ ഈസ് നോട്ട് യുവർ റൈറ്റ്, മനസ്സിലായില്ലേ? ഇപ്പൊ ചിലരുണ്ട്, ചില ഓഫീസിൽ പോയാൽ എന്നും ലീവ്, ക്യാഷ്വൽ ലീവ്, പിറ്റേ ദിവസം പോയാൽ സിക്ക് ലീവ്, അത് കഴിഞ്ഞാൽ ഏൺ ലീവ്, ലീവ് 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 ലീവ്. പലരും അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ലീവ് ഈസ് നോട്ട് എ റൈറ്റ്. ഒരാൾക്ക് മെയിൻ്റെ റൈറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല ലീവ്. ഇറ്റ് ഈസ് എ പ്രിവിലേജ് സബ്ജക്ട് ടു ദി അപ്രൂവൽ ഓഫ് ദ കോമ്പറ്റന്റ് അതോറിറ്റി, മനസ്സിലായില്ലേ? അല്ലാണ്ട് ലീവ് എൻ്റെ റൈറ്റ് ആണ്, എനിക്ക് 8 ക്യാഷ് ലീവ് ആണ്, ഞാൻ എടുക്കും എന്ന് പറയാനൊന്നും പറ്റില്ല. അതിന്റെ ഓഫീസർ അത് അപ്രൂവ് ചെയ്തതിന് പറ്റില്ല. കാരണം ഒരു ടേബിൾ, ഒരു കൗണ്ടർ ഒരാളില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഓഫീസർ എന്ത് ചെയ്യും? അപ്പൊ അത് അയാൾ മുമ്പേ കൂട്ടി അയാളോട് പറഞ്ഞിട്ട് അപ്രൂവൽ എടുത്തതിന് ശേഷം അയാൾ ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ചെയ്തതിന് ശേഷം പറ്റുമോ? അപ്പൊ അങ്ങനെ നിങ്ങളുടെ റൈറ്റ് ഒന്നുമല്ല ലീവ് കേട്ടോ. ഇറ്റ് ഈസ് ഓൺലി പ്രിവിലേജ് സബ്ജക്ട് ടു യു കൻ ടേക്ക് സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് ദ കോമ്പറ്റന്റ് അതോറിറ്റി. കാരണം പല ഓഫീസിൽ പോകുമ്പോൾ അവൻ ലീവാണ്, പിറ്റേ ദിവസം പോയാലും ലീവാണ്, എവിടെ പോയാലും അതെങ്ങനെ ലീവ് ഉണ്ട്. പക്ഷെ അത് സമയത്തിനെടുക്കൂ. അത് ഓരോ മറ്റുള്ളവർ വർക്ക് അഫക്ട് ചെയ്യാത്ത വിധത്തിൽ അങ്ങനെ ആയിരിക്കണം. യുൽ ബി സർപ്രൈസ്. പണ്ട് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു കാലത്ത് ജനറൽ മാനേജറുടെ, ഫൈനാൻസിന്റെ ജനറൽ മാനേജറുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഒരു കാലത്ത്. ഞാൻ പറയുന്നത് 71, 72, 73 അല്ലെങ്കിൽ അതേ കാലം, 70s and 80s. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് മാനുവലാണ് ബാലൻസ് ഷീറ്റ്, ഫൈനാൻസിന്റെ ബാലൻസ് ഷീറ്റ്, ട്രേഡിങ്, ട്രയൽ ബാലൻസ്, ഇതെല്ലാം മാനുവലായിട്ട് കൈ കൊണ്ട് എഴുതണം. പിന്നെ കറപ്ഷൻ ഉണ്ടെങ്കിൽ രണ്ടാമത് ടൈപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് കറപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ടൈപ്പ് ചെയ്യണം. അപ്പോ they made it a policy that from March to May, June വരെ ഒരാൾക്ക് ലീവ് കൊടുക്കില്ല അവിടെ. എന്താ കാരണം എന്ന് വെച്ചാൽ, എക്സെപ്റ്റ് സം ഡെത്ത് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എന്താ കാരണം? ആള് പോയിട്ട് അങ്ങോട്ട് ബാലൻസ് ഷീറ്റ് ഫൈനലൈസ് ചെയ്യണ്ടേ. കാരണം ബാലൻസ് ഷീറ്റ് ഫൈനലൈസ് ചെയ്ത് എങ്ങനെ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക? ഗവൺമെന്റിന്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. മാനുവലായിട്ട് ബാലൻസ് ഷീറ്റ് വിടണം, അത് അപ്രൂവ് ചെയ്യണം, ബോർഡ് അപ്രൂവ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ആനുവൽ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കണം. ഇതൊക്കെ അത് ബാലൻസ് ഷീറ്റ്, അതിന് കളിക്കുന്നതാണോ ബാലൻസ് ഷീറ്റ്? ഷെഡ്യൂൾസ് ഉണ്ടാക്കണം, ഇതെല്ലാം ടാലി ചെയ്യണം, ബാങ്ക് റീകൺസിലേഷൻ വേണം, അങ്ങനെ അനവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മാനുവലായിട്ട് എല്ലാം ചെയ്യുന്നേ, കമ്പ്യൂട്ടർ അല്ല. അപ്പോൾ ഒരു പ്രാവശ്യം ടൈപ്പ് തെറ്റുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ടൈപ്പ് ചെയ്തെങ്കിൽ രണ്ടാമതും ടൈപ്പ് ചെയ്യണം. കറക്ഷൻ യാതൊരു രക്ഷയില്ല, രണ്ടാമത് ടൈപ്പ് ചെയ്തേ പറ്റൂ. ആ വലിയ ബാലൻസ് ഷീറ്റ് മുഴുവൻ ടൈപ്പ് ചെയ്യണം. പിന്നെ അതിൽ വേറെ ആൾ ഒരു കറക്ഷൻ വരും, അപ്പം പിന്നെയും കട്ട് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ ഓർത്തോളൂ, ആ സമയത്ത് ലീവ് ഞങ്ങൾക്ക് തന്നിരുന്നില്ല. ഓർമ്മിക്കണേ, ആ സമയത്താണ് നമുക്ക് ലീവ് എടുക്കാൻ പറ്റൂ, നാട്ടിൽ വരാൻ പറ്റൂ. വെക്കേഷൻ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെക്കേഷന് നോർത്ത് നിന്ന് സൗത്തിലേക്ക് വരാൻ പറ്റുന്ന ഏക ടൈമാണത്. ആ സമയത്ത് ആ ലീവ് തരാതെ. അന്ന് ആകെ ഒരു വണ്ടി, ആ വണ്ടിക്ക് 75 ജംഗ്ഷന്റെ കോട്ടേറ്റ് ഉണ്ടായില്ലേ ഒരു വണ്ടിക്ക്. അന്ന് കമ്പ്യൂട്ടറല്ല, ടിക്കറ്റാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലും നമ്മളെ ജോലി കിട്ടിയ സെക്യൂർഡ് ആണ്, അങ്ങനെയൊന്നല്ല. മോഡേൺ വേൾഡ് ഈസ് ദ വേൾഡ് ഓഫ് സ്പെഷ്യൽ. ലോട്ട് ഓഫ് തിങ്സ് ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ്, മനസ്സിലായില്ലേ? സോ ദെർഫോർ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സോഷ്യൽ പോളിസി. അപ്പൊ ഇതൊക്കെ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ നല്ല ഡൈനാമിക് ലീഡേഴ്സ് വേണം, ക്ലാരിറ്റി വേണം, റൂൾസ് വളരെ നല്ലതായിരിക്കണം, ട്രെയിൻഡ് മാൻ പവർ ഉണ്ടായിരിക്കണം, ഓരോരോ ജോബ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ നോക്കോളൂ, നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അവരോട് നമ്മൾ മറ്റേ ഇതൊക്കെ ഈ ക്രെയിൻ ഓപ്പറേഷനോ മറ്റേതൊക്കെ ചെയ്യാൻ വേണ്ടി അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കണ്ടേ? ബുൾഡോസറും മറ്റേ ഇതൊക്കെ നോക്കാം, അതിനുള്ള ട്രെയിനിങ് കൊടുക്കണ്ടേ? അല്ലാണ്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയാം, സൈക്കിൾ ഓടിക്കാൻ അറിയാം, സ്കൂട്ടർ ഓടിക്കാൻ, അത് ഓടിക്കാൻ പറയും, ഹൈലി സ്കിൽഡ് അത് അല്ലേ? അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, അതിന്റെ നെറ്റ്വർക്ക്, മോണിറ്ററിങ് ആൻഡ് എവാലുവേഷൻ, ഇതൊക്കെ അത്യാവശ്യമാണ്. ഓക്കെ. നൗ in India, Ministry of Social Justice and Empowerment is the nodal agency. ഇത് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം നമ്മുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, യെസ്, ഓക്കെ, അതാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഒരു സെക്കൻഡ്,
പിന്നെ യെസ് ഓക്കെ, അത് കുറെ മാറ്റങ്ങൾ വന്നു. ഓരോരോ മന്ത്രിസഭ വരുമ്പോഴും പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററോ വരുമ്പോൾ ഇതെല്ലാം ആ മിനിസ്ട്രിയിൽ നിന്ന് പകുതി അങ്ങോട്ട് പോകും, പകുതി ഇങ്ങോട്ട് പോകും, ഒന്നും പറയണ്ട. അപ്പോ എന്ത് പറ്റി അറിയാം, ഇത് കണ്ടോളൂ, നിങ്ങളുടെ മുമ്പിലുണ്ട്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഇസ് ദ നോഡൽ മിനിസ്ട്രി ഫോർ വെൽഫെയർ ഓഫ് ദ അങ്ങനെ ബാക്ക്വേർഡ് ഷെഡ്യൂൾ കാസ്റ്റ്, സീനിയർ സിറ്റിസൺ, വിക്ടിമം, ബെഗറി, ട്രാൻസ്ജെൻഡർ, അങ്ങനെ. അത് കഴിഞ്ഞ് ഇതാ വന്നു വേറെ ഒരു മിനിസ്ട്രി. ഉരുൾപൊട്ടി ചേഞ്ചസ്, അനവധി മിനിസ്ട്രി ഇതാ അതിൽ കിടക്കുന്നുണ്ട്. അനവധി മിനിസ്ട്രീസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, ഉരുൾപൊട്ടി ഇതിൽ മാറ്റങ്ങൾ വന്നു. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് അണ്ടർ ദിസ് മിനിസ്ട്രി, ക്യാബിനറ്റ് മിനിസ്റ്റർ, അങ്ങനെ ബാക്ക്വേർഡ് ക്ലാസ്, മറ്റേത് ഡെവലപ്മെന്റ്, സോഷ്യൽ ജസ്റ്റിസ്, എംപവർമെന്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, അങ്ങനെ ഒരുപടി പല മിനിസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ചിലപ്പോൾ ഓരോരോ മന്ത്രിസഭ വരുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ട് അങ്ങോട്ട് വയ്ക്കും, ആ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നേരെ മറിച്ച് ഇത് പല സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്ററുടെ കീഴിലാണ് ആദ്യം വന്നിരുന്നത്. സോഷ്യൽ അവരാണ് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ജസ്റ്റ് സൊസൈറ്റിയുടെ ഓരോരോ കാര്യങ്ങൾ. നമ്മുടെ സൊസൈറ്റി പറഞ്ഞാൽ ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ട്, സീനിയർ സിറ്റിസൺസ് ഉണ്ട്, ആൽക്കഹോളിസം, നമ്മുടെ ഡ്രഗ് ഇത് ഒക്കെ റിമൂവൽ, ബെഗറി, ട്രാൻസ്ജെൻഡർ, ഡീനോട്ടിഫൈഡ്, അതായത് നോട്ടിഫൈ ചെയ്യാത്ത ട്രൈബ്സ് ഉണ്ട് ഇന്ത്യയിലെ, നൊമാഡിക്, അതേമാതിരി നമ്മുടെ ഓരോരോ എന്താ പറയണ്ടേ പല ട്രൈബ്സ്, പിന്നെ അത് മനസ്സിലായില്ലേ, സെമി നൊമാഡിക് ട്രൈബ്സ് ഉണ്ട്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, പ്രൈം റോൾ ഒക്കെ ഇന്നലെ ഞാൻ പറയുന്നതാണ്. ഇൻഫാക്ട് സോഷ്യൽ പോളിസി അഡ്മിനിസ്ട്രേഷൻ നീഡ് ടു കോംപ്ലിമെന്റ് ഈച്ച് അതർ ഫോർ മീറ്റിംഗ് ദ ഇന്റൻഡഡ് ഔട്ട്കം. അപ്പൊ ഇതൊക്കെ നമ്മള് കോർഡിനേറ്റ് ചെയ്യണം. കോർഡിനേറ്റ് ചെയ്തതിന് ശേഷമേ ഇതൊക്കെ പറ്റൂ. ഓക്കെ, ഇനി അടുത്തത് ഗവൺമെന്റിന്റെ എൻറ്റൈറ്റി ഏതെല്ലാം തരാം. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, ഇതൊന്ന് വായിക്കൂ. ഇതൊന്ന് മനസ്സിലാവും എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ചില സമയത്ത് ഭ്രാന്തം പിടിക്കും, അതേ കാരണം ഇതൊക്കെ എടുക്കുന്ന സമയത്തില്ലേ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ, ഒരാളെ ഞാൻ കുറ്റം പറയല്ല. നമ്മുടെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്, ഞാനിത് പഠിപ്പിക്കുന്ന ആളാണ്, എനിക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആണ്. എന്താ കാരണം അറിയോ? ഇപ്പൊ ഈ റൂറൽ ഡെവലപ്മെന്റിന്റെ ഞാൻ ഐ വാസ് ടേക്കിംഗ് ദ ക്ലാസ്, എത്ര പ്രോഗ്രാമാണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് കിട്ടുന്നുണ്ടോ ഒന്നും നമുക്ക് തന്നെ അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അതിന് അവരുടെ പേരിടും, വേറൊരു പാർട്ടി ഭരിക്കുന്ന സമയത്ത് വേറെ പേരിടും, പക്ഷെ മാറ്റർ ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആകപ്പാടെ കുറെ നമ്മളെമാരിയുള്ള ഒരു ടീച്ചർമാർക്ക് ഇത് കൺഫ്യൂഷൻ. കാരണം ഇത് എന്തിന്റെയാണ്, അത് നിങ്ങൾക്ക് വായിച്ചാൽ കണ്ട മനസ്സിലാവും, വായിച്ചോളൂ. During the post-independence phase, the Ministry of Welfare was created initially to cater to. കാരണം നമ്മുടെ ചില ഒരു വിഷൻ ഇല്ല നമുക്ക് പല കാര്യങ്ങളിലും കേട്ടോ. സോറി ഫോർ ദ ഇൻറപ്ഷൻ, ദർ വാസ് എ പവർ ഡിസ്റപ്ഷൻ ആൻഡ് we will start now. So now, government entities involved in social policy and administration. ഇതിലെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, അതായത് MS, നിങ്ങൾക്ക് ഇതിന്റെ ഷോർട്ട് ഫോം അറിയാം, അതായത് മിനിസ്ട്രി ഓഫ് MSJ&E. ഡ്യൂറിങ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഫേസ്, ഇത് അനവധി പ്രാവശ്യം ഈ മിനിസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് ചില ഡിപ്പാർട്ട്മെന്റ്. മിനിസ്ട്രി ഓഫ് വെൽഫെയർ വാസ് ക്രിയേറ്റഡ് ഇനീഷ്യലി ടു കാറ്റർ ടു ദി ഡെവലപ്മെന്റ് നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ. അപ്പൊ ഈ മിനിസ്ട്രി ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട്. അതായത് ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസിലെ മിനിസ്ട്രി ഓഫ് വെൽഫെയർ ആണ് ഉണ്ടായിരുന്നത്. അത് 1985-86 അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെൽഫെയർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആയി. Again, in 1998, Ministry of Welfare was renamed as the Ministry of Social Justice and Empowerment. മനസ്സിലായില്ലേ? മാറ്റങ്ങള് ഓരോരോ സമയത്ത് ഓരോരോ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ മിനിസ്ട്രിയുടെ പേര് മാറിയിട്ടുണ്ട്. എസെൻഷ്യലി അപ്പൊ ഇത് മിനിസ്ട്രിയുടെ ഇറ്റ് ഈസ് ദ നോഡൽ മിനിസ്ട്രി. ഏത് ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെൽഫെയർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഉണ്ട്. ഇറ്റ് ഈസ് ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഇസ് ദ നോഡൽ ഇൻഡസ്ട്രി. ഏറ്റവും മെയിൻ ആയിട്ടുള്ള മിനിസ്ട്രിയാണ് നമ്മുടെ ഇന്ത്യയുടെ. ടു കാറ്റർ ടു ദ വെൽഫെയർ നീഡ്സ് ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ്, അതായത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്,
ബാക്ക്വേർഡ് ക്ലാസ്സസ്, സീനിയർ സിറ്റിസൺ, വിക്ടിംസ് ഓഫ് ആൽക്കഹോളിസം, മദ്യപാനം, അതിൽ അത് അഫക്റ്റ് ചെയ്ത ആളുകള്, പിന്നെ സബ്സ്റ്റാൻസ് അബ്യൂസ്, ബെഗർ മനസ്സിലായില്ലേ, ട്രാൻസ്ജെൻഡർ, അറിയാലോ, അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അനവധിയാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് അവരുടെ വെൽഫെയർ ഇവരാണ് നോക്കേണ്ടത്. പിന്നെ ഈ ആൽക്കഹോളിസം, അതുമാതിരി നമ്മുടെ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ്, നോമഡിക്, ഇതേമാതിരിയുള്ള ഓരോന്നും, പിന്നെ എഡ്യൂക്കേഷണലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ, എക്കണോമിക്കലി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരാണ് ചെയ്യേണ്ടത്. ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, tribes, scheduled caste, socially and educationally backward classes, socially and educationally backward class ഉണ്ട്. അതായത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടാത്ത ആളുകളുണ്ട്. ഡീനോട്ടിഫൈഡ് ട്രൈബ്സ്, നോട്ടിഫൈ ചെയ്യാത്ത ട്രൈബ്സ് ഉണ്ട്, എത്രയോ ട്രൈബ്സ് ഉണ്ട് ഇന്ത്യയില്. എക്കണോമിക്കലി ട്രൈബ്സ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾ ട്രൈബ് ഉള്ളത് ഒറീസയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ചില സ്റ്റേറ്റുകളിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ട്, ഷെഡ്യൂൾ ട്രൈബ് ഇല്ല. ചില സ്റ്റേറ്റിലെ ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബും ഉണ്ട്. ചില ഏരിയയിലെ ഷെഡ്യൂൾ ട്രൈബ് മാത്രമേ ഉള്ളൂ. ഉദാഹരണം പറയണോ, പഞ്ചാബ്, ദർ ഇസ് നോ ഷെഡ്യൂൾ ട്രൈബ്. കാരണം അത് പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡാണ്. ട്രൈബൊക്കെ നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ കാണലുണ്ടാവുക. അവിടെ ഷെഡ്യൂൾ കാസ്റ്റ് ഉള്ളത്. ഹരിയാനയിൽ ഷെഡ്യൂൾ കാസ്റ്റ് ആണുള്ളത്. നേരെ മറിച്ച് ത്രിപുര ട്രൈബ്സ് ആണ് അവിടെ, നമ്മുടെ ഷെഡ്യൂൾ ട്രൈബ്സ്. അവിടെ ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒറീസ, അവിടെ ട്രൈബ്സ് ആണ്, ഷെഡ്യൂൾ ട്രൈബാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റാണ് ഇതൊക്കെ ചെയ്യും. പിന്നെ മാത്രമല്ല അവരുടെ എഡ്യൂക്കേഷണലായിട്ടും എക്കണോമിക്കലായിട്ടും സോഷ്യൽ എംപവർമെന്റിന് വേണ്ടിയിട്ട് പിന്നെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഇവർക്ക്, ഹോസ്റ്റൽ കൊടുക്കും. നിങ്ങൾക്ക് അറിയില്ല, അനവധി കോളേജസും സ്കൂൾസും ഒക്കെ ഇവർക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടി ഇവിടെയൊക്കെ അറിയാലോ നിങ്ങൾക്ക്. ഈവൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, ട്രൈബൽ യൂണിവേഴ്സിറ്റി കേരളത്തില്. ആദ്യമായിട്ട് ഇന്ത്യയിലെ ട്രൈബൽ യൂണിവേഴ്സിറ്റി പാലക്കാട്. അപ്പൊ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. അവർക്ക് പിന്നെ റെസിഡൻഷ്യൽ സ്കൂൾ ഉണ്ട്, അവരുടെ ഫീസ് കൊടുക്കേണ്ട, ഭക്ഷണം ഇതെല്ലാം അവർ, കാരണം അവർക്ക് പുരോഗതിക്ക് വേണ്ടിയിട്ട്, അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. റെസിഡൻഷ്യൽ സ്കൂൾ ഐ ഹാവ് സീൻ, ഈവൻ സം അതർ മലപ്പുറം ഡിസ്ട്രിക്ട് ഐ ഹാവ് സീൻ, അവർക്കായിട്ടുള്ള SC STക്ക് വേണ്ടിയിട്ടുള്ള വലിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള, പെൺകുട്ടികൾക്ക് പ്രത്യേക ഹോസ്റ്റല്, പ്രത്യേക സ്കൂൾ, ഇതെല്ലാം ഉണ്ട്. സ്കിൽ ട്രെയിനിങ്, പിന്നെ ഓരോരോ ജോലി ചെയ്യാനുള്ള ട്രെയിനിങ്. കാരണം ഓരോരുത്തരും ഓരോ കാര്യത്തില് ഇപ്പൊ ഞാൻ പറയട്ടെ, ചില ട്രൈബൽ ബെൽറ്റില് അവരുടെ ചില കോട്ടേജ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പൊ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. ചില കൺസെഷനില് ലോൺ കൊടുക്കുക. അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല, അവരുടെ കോസ്റ്റ്ലി ഐറ്റംസ് അല്ല, അവർക്ക് ഇത് വിറ്റിട്ട് വേണം ജീവിക്കാൻ. തേന് ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കാട്ടിൽ നിന്ന് എടുക്കുന്ന അതേമാതിരിയുള്ളതൊക്കെ വിറ്റിട്ടൊക്കെയാണ് അവര്. അപ്പോൾ ലാൻഡ് സബ്സിഡി, ഇവർക്കൊക്കെ സബ്സിഡി കൊടുക്കണം, സെൽഫ് എംപ്ലോയ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെ ഗവൺമെന്റ് പല 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 ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി ബെഗേഴ്സ് അറിയാലോ. പിന്നെ അപ്പൊ ഇതിന്റെ കാര്യത്തിലൊക്കെ നമ്മള് പിന്നെ എന്താ പറയണ്ടേ, പഞ്ചാബില് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ബെഗേഴ്സ്, അതില്ല അവിടെ പഞ്ചാബിൽ. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, മനസ്സിലായില്ലേ? എന്താ സ്കാവഞ്ചർ പറഞ്ഞ? തോട്ടിപ്പണിക്കാരൻ, അതായത് മാൻലെസ് സ്കാവഞ്ചേഴ്സ്, ബെഗേഴ്സ്, ഇവർക്കൊക്കെ. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി വളരെ ത്യാഗം അനുഭവിക്കുന്നവരാണ്. ഈ സ്കാവഞ്ചർ പറഞ്ഞ തോട്ടിപ്പണിക്കാരൻ പറഞ്ഞാൽ അയാളില്ലെങ്കിൽ എങ്ങനെ ഒരു ഗട്ടറോ എന്താ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും, ആരാ വൃത്തിയാക്കണതൊക്കെ? അപ്പോ ഇവരുടെയൊക്കെ ജോലി പ്രാധാന്യം ഉള്ളതാണ്. പിന്നെ ദി അസോസിയേറ്റഡ് ഓർഗനൈസേഷൻ അണ്ടർ ദിസ് ഡിപ്പാർട്ട്മെന്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് കമ്മീഷൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കോർപ്പറേഷൻസ് ആൻഡ് ഫൗണ്ടേഷൻസ്. നോക്കോളൂ, ഇതില് അടുത്ത് വരുന്നുണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ട്രൈബ്. ശ്രദ്ധിക്കണം, ഇതേ ഒരു ഇതിന്റെ ജഡ്ജിന്റെ ഇതാണ് അവര് ഇതിന്റെ ചെയർമാൻ. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരി, ക്ലീനിങ്ങിന്റെ ആളുകൾ ഉണ്ടല്ലോ. അവരിപ്പോ ഹോസ്പിറ്റലൊക്കെ നോക്കിയുള്ളൂ, എത്രയോ ആളുകൾ അവർ ക്ലീൻ ചെയ്തില്ല, എന്തായിരിക്കും ഹോസ്പിറ്റൽ സ്ഥിതി? ഇപ്പൊ മെഡിക്കൽ കോളേജില് ഈ സഫായി കർമ്മചാരി ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ലേബർ റൂം, ടോയ്ലറ്റ്, മറ്റുള്ള സാധനങ്ങൾ, ആളുകൾ കിടക്കുന്ന സ്ഥലങ്ങൾ, അതേമാതിരി വരാന്ത, ഇതേമാതിരിയുള്ള അത് വൃത്തിയാക്കില്ലെങ്കിൽ എപ്പിഡമിക് മറ്റേതെല്ലാം ഉണ്ടാവുക കംപ്ലീറ്റ്. അപ്പോ ഇവരെല്ലാം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് കംപ്ലീറ്റ്, ഓരോരോ പ്രൊഫഷനും. അപ്പൊ അവരുടെ സംരക്ഷണം, അവർക്ക് വേണ്ടിയിട്ടുള്ള പല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട. അവരുടെ ശമ്പളം വളരെ കമ്മിയാണ്. അപ്പൊ അവർക്ക് യൂണിഫോം,
അവർക്ക് ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക. കാരണം അതിനുള്ള ശമ്പളമൊക്കെ കൊടുക്കുമ്പോൾ ശമ്പളമൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് അവർക്ക്. മനസ്സിലായില്ലേ? കോൺട്രാക്ട് ബേസിസിലേക്കാണ് പലരും എടുക്കുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ദഡും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ വിളിച്ചു, ഇല്ലെങ്കിൽ വേണ്ട ഇല്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാനുണ്ട് കേട്ടോ. അതായത് യു ഹവ് ഗോട്ട് എ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാൾഡ്, ഇത് പുസ്തകത്തിലുള്ളതല്ലേ, മനസ്സിലാക്കേണ്ടതാണ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ലേ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ എത്രയോ 38 ലക്ഷം 39 ലക്ഷം ആളുകളുടെ രജിസ്റ്റർ ഉണ്ട് കേരളത്തിൽ. അവിടെ ഗ്രാജുവേറ്റും ഉണ്ട്, എഞ്ചിനീയേഴ്സും ഉണ്ട്, ഡോക്ടേഴ്സും ഒക്കെ എൻറോൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മെട്രിക്കുലേഷനും എല്ലാവരും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ എൻറോൾ, ഒക്കെ ശരിയാണ്, നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യം നിങ്ങൾ ആലോചിച്ചോളൂ കേട്ടോ. Whether we are utilizing that institution properly for the purpose of recruiting the people for private company ആയിക്കോട്ടെ, ഗവൺമെന്റിന്റെ ടെമ്പററി വേക്കൻസി ആയിക്കോട്ടെ, അതേമാതിരിയുള്ള നമ്മളെ സ്ഥാപനമുണ്ട്, പക്ഷെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? അവിടെ ആൾറെഡി സ്കിൽഡ് ലേബേഴ്സ് ആർ അവൈലബിൾ. നമ്മുടെ എഞ്ചിനീയേഴ്സ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ പിന്നെ വേറെ അഡ്വർടൈസ്മെന്റും മറ്റേ ഇതിനൊക്കെ ചെയ്യുന്ന കാശ് ചെലവാക്കുന്നത്? അവിടെ എടുത്താൽ പോരെ? കാരണം ഗവൺമെന്റ് ഏജൻസിയാണത്. അപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അവന് മിനിസ്ട്രി ഓഫ് ലേബറിന്റെ കീഴിലുള്ള, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന്റെ കീഴിൽ വരുന്നതാണ് ഓരോ സ്റ്റേറ്റിലെ. അതേമാതിരി മിനിസ്ട്രി ഓഫ് ലേബർ ഉണ്ട് അവിടെ, സെൻട്രൽ ലേബർ ഇതുണ്ട്, കമ്മീഷൻ. അപ്പോ പിന്നെ ഡീനോട്ടിഫൈഡ് സെമീൻ, ഇതിന്റെ ഓരോരോ ട്രൈബ്സിന്റെ ഇതാണ്. എന്താ നൊമാഡിക്? നാടോടികളായ, നൊമാഡിക് പറഞ്ഞ നാടോടികൾ. കാരണം ഇന്ന് ആന്ധ്രാപ്രദേശില്, നാളെ തമിഴ്നാട്ടില്, മറ്റന്നാൾ ഒറീസയിൽ, ഇങ്ങനെ മാറി 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 താമസിക്കുന്ന ചില ഓരോരോ ഇതുണ്ട്, ഗ്രൂപ്പ്. അതിനാണ് ഇതിൽ പറയുക. അപ്പൊ അവര് ഡീനോട്ടിഫൈഡ് ഉണ്ട്, നോട്ടിഫൈഡ് ഉണ്ട്, സെമി നോട്ടിഫൈഡ് ഉണ്ട്, അങ്ങനെയുണ്ട്. സോ വിത്ത് ദ പർപ്പസ് ഓഫ് അപ്പൊ ഇങ്ങനത്തുള്ള അസോസിയേഷൻ ഉണ്ട്. ഇവരൊക്കെ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കും. കാരണം ഇവർക്ക് ജുഡീഷ്യൽ പവർ ഉണ്ട് കേട്ടോ. ഓർമ്മിക്കണം, ഈ ഗവൺമെന്റിലൊക്കെ ഞാൻ എത്രയോ കഷ്ടപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഷെഡ്യൂൾ കാസ്റ്റിന് 5% റിസർവേഷൻ ആണ്, ഷെഡ്യൂൾ ട്രൈബിനും 5% റിസർവേഷൻ ആണ്, ബാക്ക്വേർഡ് ക്ലാസ്സിന് 3% റിസർവേഷൻ ആണ്. ഈ റിസർവേഷൻ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ആരാണ് റിക്രൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് നോൺ കംപ്ലയൻസ്. മനസ്സിലായില്ലേ? അപ്പോ ഈ ഇതെല്ലാം പ്രസിഡൻഷ്യൽ ഡയറക്റ്റീവ്സ് ആണ്. അപ്പൊ വിത്ത് ദ പർപ്പസ് ഓഫ്, അങ്ങനെ സ്റ്റേറ്റ് ലിസ്റ്റ്, ഇതേമാതിരി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂട്ടഡ് നാഷണൽ കമ്മീഷൻ, ട്രൈബ്, അതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നോ അവരുടെ സെറ്റപ്പ് പെർമനന്റ് കമ്മീഷൻ ഓഫ് ദ സെന്റർ, ഡീനോട്ടിഫൈഡ്, അതെല്ലാം പറഞ്ഞു. കണ്ടക്ട് ബേസ്ഡ്, കാസ്റ്റ് ബേസ്ഡ്, നമ്മുടെ ഓരോ, അതാണ് ഇന്നലെ ഒരു റിക്വസ്റ്റ് കണ്ട്, ഓരോരോ കാസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് അറിയേണ്ടത്. എന്താ കാരണം അറിയൂ? ഇത് അറിയാതെ എങ്ങനെ റിസർവേഷൻ നമ്മൾ കൊടുക്കുക ഗവൺമെന്റ്? അതായത് ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല. ചിലവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടും, ചിലവർക്ക് കിട്ടില്ല. അപ്പൊ എന്താ പറയുക, ഇവരുടെ നമ്മളെ സെൻസസ് എടുക്കണം, എത്ര പേരുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു ട്രൈബാണ് വിചാരിക്കുക, ഒരു ട്രൈബ് അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ആണ് വിചാരിക്കുക, ആ കാസ്റ്റിൽ എത്ര ആളുണ്ട്, ഒ ബി സിയിൽ എത്ര പേരുണ്ട്, ഒ ബി സി ഭയങ്കര കാറ്റഗറി ഉണ്ട്, ഓരോന്നിൽ എത്ര ആളെന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക്, ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ. സോറി ടു ടെൽ ആൾ ദിസ് തിങ്, ദ ഇന്ററപ്ഷൻ because of the power, problems, it happened, it is not my fault, okay? Power, because I don't know what is, some interruption is there. So let us go ahead to conduct a caste based census. അപ്പൊ നമ്മൾ എല്ലാ ഗവൺമെന്റിലും കാസ്റ്റ് ബേസ്ഡ് സെൻസസ് വളരെ അത്യാവശ്യമാണ്. അച്ഛാ, വേറൊരു കാര്യം, കേരളത്തിലുള്ള കാസ്റ്റ് തമിഴ്നാട്ടിലില്ല, തമിഴ്നാട്ടിലത്തെ കാസ്റ്റ് ഉത്തർപ്രദേശിലില്ല, ഉത്തർപ്രദേശിൽ ഡിഫറെന്റ് കാസ്റ്റ് ആണ്, തമിഴ്നാട്ടിൽ വേറൊരു കാസ്റ്റ് ആണ്, നമ്മുടെ കേരളത്തിൽ വേറൊരു കാസ്റ്റ് ആണ്, ഡൽഹിയിൽ വേറൊന്നാണ്, പഞ്ചാബിൽ വേറൊന്നാണ്. അപ്പോ ഇതിന്റെ സെൻസസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആനുകൂല്യങ്ങൾ എത്ര വരുമെന്ന്, നമുക്ക് എത്ര ആൾ കൊടുക്കണമെന്ന് എങ്ങനെ അറിയാം? അപ്പോ അത് സെൻസസ്. പിന്നെ അപ്പോ നമ്മൾ ആൾറെഡി, ഐ തിങ്ക് ബീഹാർ ആൾറെഡി സ്റ്റാർട്ടഡ് പ്രോസസ് ആക്ച്വലി. കാരണം അവിടെ എന്നാലാണ് നമുക്ക് ഇവരുടെ കോട്ടയും മറ്റേതൊക്കെ തീരുമാനിക്കാൻ പറ്റും എത്ര വേണം, കോണ്ടോം. സോ അങ്ങനെ പലതും. വേറെ ഒന്ന്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസ് ഉണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസ് ബിക്കേം എൻ ഓട്ടോണമസ്. അപ്പൊ അങ്ങനത്തെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവരുടെ എന്താണ്, ഗവേണിംഗ് ഇൻക്ലൂഡ് ഡയറക്ടർ, പല ഇതിന്റെ റോളാണ് ടു ഫ്രെയിം ദ ബ്രോഡ് പോളിസി പാരാമീറ്റേഴ്സ് ഓഫ് ദ എക്കണോമിക്കലി, അത് ഇതിന്റെ ഇതാണ്. പിന്നെ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസിന്റെ ഇതാണ് പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചിരുന്നത്. നോഡൽ സ്പെഷ്യലൈസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അതിനെ പറ്റിയിട്ടാണ് ഇത്. എംപവർമെന്റ്, റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ജനറൽ കൗൺസിൽ ആൻഡ് എക്സിക്യൂട്ടീവ് കൗൺസിൽ, അങ്ങനെ 2 കൊല്ലത്തിന് വേണ്ടി. അത് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. അടുത്ത്
പിന്നെ നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഡെവലപ്മെന്റ് കാസ്റ്റ് ഫൈനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അനവധി കോർപ്പറേഷൻ ഉണ്ട് നമ്മുടെ. ഇതൊക്കെ ഇവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി. ഇതാ ഷെഡ്യൂൾ കാസ്റ്റിന്റെ പുനരുദ്ധാരണം, ഷെഡ്യൂൾ ട്രൈബിന്റെ പുനരുദ്ധാരണം, ഇവർക്ക് ലോൺ കൊടുക്കുക, ഓരോ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും അതേമാതിരി ഇതിനൊക്കെ പല പല ആനുകൂല്യങ്ങൾ കൊടുക്കുക, സഫായി കർമ്മചാരി, ക്ലീനിങ്, പിന്നെ ദെൻ ഫൗണ്ടേഷൻസ്. ഓക്കെ, ദെൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് ഡോക്ടർ അംബേദ്കർ ഫൗണ്ടേഷൻ. അംബേദ്കർ ഫൗണ്ടേഷൻ അത് OBCയുടെ ആണ്, as a registered society under the അംബേദ്കർ. നമ്മുടെ അനവധി നാഷണൽ ഷെഡ്യൂൾ കാസ്റ്റ് ഫൈനാൻസ് കോർപ്പറേഷൻ ഉണ്ട്, നാഷണൽ ബാക്ക്വേർഡ് കാസ്റ്റ് ഫൈനാൻസ് കോർപ്പറേഷൻ ഉണ്ട്, നാഷണൽ സഫായി കർമ്മചാരി ഇതൊക്കെ കോർപ്പറേഷൻ ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്താണ് ഇതൊക്കെ. അപ്പൊ അത് ഇവർ ഇത്തരത്തിലുള്ള കാറ്റഗറി ആളുകൾക്ക് സഹായം കൊടുക്കാനാണ്. പിന്നെ ഡോക്ടർ അംബേദ്കർ, യു നോ ദാറ്റ് ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് 1992 ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്, അതും നമ്മുടെ ഇതേ മിനിസ്റ്ററുടെ കീഴിലുള്ളതാണ്. ഓക്കെ, ബാബു ജഗജീവൻ റാം നാഷണൽ, കേട്ടിട്ടുണ്ടോ? നമ്മുടെ പണ്ടത്തെ സീനിയർ മോസ്റ്റ് നെഹ്റുവിന്റെ ടൈമിലുള്ള ആ സമയത്തുള്ള അങ്ങോട്ടുള്ള മന്ത്രിയായിരുന്നു അനവധി കാലം. ബീഹാർ എന്നുള്ള, ഓഫ് കോഴ്സ് ഹി ബിലോങ്സ് ടു ബാക്ക്വേർഡ് ക്ലാസ്. ആക്ച്വലി ബാക്ക്വേർഡ് ക്ലാസ് അല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്രധാന ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിന്ന്, സസാറം എന്നുള്ള കോൺസ്റ്റിറ്റ്യുവൻസിന് കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ച് വന്ന് നമ്മുടെ ഇന്ത്യയുടെ പല പല പദവികളും നമ്മുടെ മിനിസ്ട്രിയിൽ അലങ്കരിച്ച അല്ലെങ്കിൽ ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകളാണ് നമ്മുടെ ലോകസഭാ സ്പീക്കറായ പണ്ടത്തെ മീര കുമാർ വരുന്നത്. അതിൽ പ്രസിഡന്റ് ഉണ്ട്, അതിലെ ഓരോരോ ഘടനയിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, എക്സ് ഒഫീഷ്യ മെമ്പേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണത്. ആര് വന്നാലും ഇതവിടെ നിൽക്കും. ഇത് സ്ഥാപനങ്ങളാണ് കേട്ടോ. അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഡിസബിലിറ്റി. ശ്രദ്ധിക്കുക, നാഷണൽ, കൂടുതൽ പറയുന്നില്ല, പുസ്തകങ്ങൾ വായിക്കണം കേട്ടോ. പുസ്തകം, റീഡ് ദ ടെക്സ്റ്റ് പ്രോപ്പർലി. വി കനോട്ട് ഫീഡ് ഈച്ച് ആൻഡ് എവറിഥിങ് ബിക്കോസ് 1 hour ക്ലാസ് ആണ്, അതുകൊണ്ട് മാക്സിമം കവർ ചെയ്യണം എനിക്ക്. ബാക്കിയുള്ളത് പുസ്തകങ്ങൾ വായിക്കണം. റീഡ് ദ ടെക്സ്റ്റ് പ്രോപ്പർലി. കോഴ്സ് മെറ്റീരിയൽ വളരെ വാല്യുബിൾ ആണ്. എന്നിട്ട് ബാക്കിയുള്ള ചില അഡീഷണൽ വാല്യൂ അഡീഷൻസ് ആണ് ഞാൻ തരുന്നത് കേട്ടോ. നോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് വിഷ്വൽ ഡിസബിലിറ്റി, കണ്ണ് കാണാത്തവർക്ക്, അവർക്കുണ്ട് ചില റിസർവേഷൻ. 1% ആണ് കണ്ണ് കാണാത്തവർക്ക്, ചെവി കേൾക്കാത്തവർക്ക് 1% ആണ്, സംസാരിക്കാൻ പറ്റാത്തവർക്ക് ഒരാൾ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റ് ഇതെല്ലാം കൊടുത്തോളാം. പ്രൈവറ്റിൽ അങ്ങനെ ചെയ്യുന്നില്ല, പക്ഷെ കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ചില സമയത്ത് കൊടുക്കാൻ പറ്റുന്നു, പക്ഷെ ഗവൺമെന്റ് കൊടുക്കണം നിർബന്ധം. പിന്നെ ഒരു കാര്യം കൂടി അറിയാൻ വേണ്ടി പറയാണ്, എ പോസ്റ്റ് വിച്ച് ഈസ് റിസർവ് ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ് കനോട്ട് ബി ഫിൽഡ് അപ്പ് വിത്ത് ജനറൽ കാറ്റഗറി. ഒരു ഷെഡ്യൂൾ കാസ്റ്റിന് റിസർവ് ചെയ്ത പോസ്റ്റ് ജനറൽ കാറ്റഗറി കൊണ്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. ഷെഡ്യൂൾ ട്രൈബിനും റിസർവ് ചെയ്ത് അത് വേണം. നിങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ കാർഡ് അങ്ങനെ സംഭവിച്ചു. ഐ വാസ് ദേർ വാസ് നോ സ്റ്റെനോഗ്രാഫർ. 10 പ്രാവശ്യം ഒറ്റ സ്റ്റെനോഗ്രാഫറുടെ അപ്ലിക്കേഷൻ കിട്ടിയില്ല. 10 പ്രാവശ്യം പഞ്ചാബിലെ സ്റ്റെനോഗ്രാഫറുടെ ഒരു ഇത് കിട്ടിയില്ല. പക്ഷേ ഇറ്റ് വാസ് റിസർവ് ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്. എന്നിട്ട് ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ്. യു കനോട്ട് fill up that vacancy with general category. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, അത് പറയാനുള്ള സമയം എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊന്ന് ഇത്ര മനസ്സിലാക്കിയാൽ മതി, എ പോസ്റ്റ് വിച്ച് ഇസ് റിസർവ് ഫോർ certain category cannot be filled up with general category. തുടരുത്. കാരണം SCയുടെ പോസ്റ്റ് SCയെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യണം, STയുടെ STയെ കൊണ്ട് തന്നെ ചെയ്യണം. പക്ഷെ അതേമാതിരി OBCയുടെ ഒരു കാര്യമുണ്ട്, ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ വിധമാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ 5-6 കാറ്റഗറി ഉണ്ട് OBC. ഇപ്പൊ ഇന്നലെ I think Congress President has written letter to the government of India for making a lot of census about നമ്മുടെ OBCയുടെ ഒക്കെ കാറ്റഗറി ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. നമ്മുടെ ബീഹാർ ആൾറെഡി സ്റ്റാർട്ടഡ് ദ പ്രോസസ്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അലി യാവർ ജംഗ്, ആരറിയത്? മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച്, സംസാരത്തിന്റെ. അത് ഹിയറിംഗ്, നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ന്യൂസ് ഒക്കെ വായിക്കുന്ന സമയത്ത് എങ്ങനെ വായിക്കുന്നത് അറിയാലോ, സ്പീച്ച്, ഹിയറിംഗ്, ചെവി, ഇതിലൊക്കെ അതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അലി യാവർ ജംഗ് മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്നു. അടുത്തത് ഒരു കാലം അയാൾ ഗവർണറായിരുന്നു കേട്ടോ. വളരെ നല്ല, വളരെ സത്യസന്ധനായ, വളരെ മിടുക്കനായ ഒരു ഗവർണറായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ്. അറിയാലോ, വീൽ ചെയറിൽ ഇരുന്നിട്ടും പലരും നടക്കാൻ വയ്യ, കാലിന് ശേഷിയില്ല, അങ്ങനത്തെ ആളുകൾക്ക് അവരൊക്കെ എംപവർ ചെയ്യുക. അവർ എത്രയോ നല്ല നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് IT-ലൊക്കെ അവര്. അപ്പൊ അവർക്ക് സാധിക്കുന്ന കാര്യങ്ങൾ അവർ കഴിക്കണം. ദേ ആർ ആൾസോ ദ ബോണോഫൈഡ് സിറ്റിസൺസ് ഓഫ് ദ കൺട്രി. അപ്പൊ അല്ലാണ്ട് അവർക്ക് കാലിന് ശേഷിയില്ല, അല്ലെങ്കിൽ കൈയിന് ശേഷിയില്ല, കണ്ണുകൊണ്ട് അവർക്കൊക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ട്
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പിന്നെ അടുത്തത് ദീൻ ദയാൽ ഉപാധ്യായ, അറിയാലോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സൺസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഗവൺമെന്റിന്റെ. അതായത് നമ്മുടെ ഡിസബിലിറ്റിയെ പറ്റിയിട്ടുള്ള അതിൽ ഇതൊക്കെ വരുന്നുണ്ട്. അത് ദീനദയാൽ ഉപാധ്യായ. പല 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 ആളുടെ പേരിലുണ്ട് ഓരോ സ്ഥാപനങ്ങൾ കേട്ടോ. അടുത്തത് സ്വാമി വിവേകാനന്ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പിന്നെ ലോക്കോമോട്ടോർ ഡിസബിലിറ്റീസ്, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത്, നമ്മുടെ ബാംഗ്ലൂരാണത്, ആൻഡ് റീഹാബിലിറ്റേഷൻ ഇതുണ്ട്. അങ്ങനെ അനവധി ഇതുണ്ട്. നാഷണൽ ട്രസ്റ്റ് ഒരു നാഷണൽ ട്രസ്റ്റ് ഉണ്ട്. ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. അതെന്തിനാണെന്ന് വെച്ചാൽ സെറിബ്രൽ ബ്രെയിൻ തകരാറായ ആളുകൾക്ക്, മെന്റൽ റിട്ടാർഡേഷൻ മാനസിക വിഷമമുള്ളവർക്ക്, അതേമാതിരി മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉള്ള ആളുകളുണ്ടല്ലോ. ജനങ്ങൾ ഓരോരോ ജനനം അല്ലെങ്കിൽ അതിനുശേഷവും പല അപകടങ്ങൾ സംഭവിക്കും, പലതുണ്ടല്ലോ. ഓർമ്മിക്കണേ, ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ട് പിന്നീട് ജനനത്തിന് ശേഷം നിങ്ങൾക്ക് കൈ പോയി, കാല് പോയി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഡിസബിലിറ്റി, ദാറ്റ് ഹാസ് ടു ബി അപ്രൂവ്ഡ് ബൈ ദ കോമ്പിറ്റന്റ് അതോറിറ്റി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെസിലിറ്റീസ് കിട്ടില്ല. അപ്പൊ അത് നേരെ മറിച്ച് ജന്മനാട്ടിൽ വെച്ചാൽ കുഴപ്പമില്ല. അത് പിന്നെ വേറെ ഒരു കാര്യം. നേരെ മറിച്ച് അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റിലോ വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റിയാണ്. ചില യു ആർ എലിജിബിൾ ഫോർ സോ മെനി പെൻഷൻ, ഇത് ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് ആനുകൂല്യങ്ങളുടെ പെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ റൂൾസ് ഉണ്ട്, അത് ഓർക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓരോന്നിനും ഓരോ റൂളുണ്ട്. ഒരു വിരല് പോയാൽ മെഷീൻ്റെ അടിപ്പെട്ട ഇതിന് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് ആണ്, തള്ള വിരല്. അതേമാതിരി ഓരോരോ വിരലിനും ഓരോ വിധത്തിലാണ് ഇൻഷുറൻസ്. ഇതൊക്കെ ഉണ്ട്. കൂടുതൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതൊക്കെ നിയമങ്ങളുണ്ട്. ഓരോന്നിനും നിയമങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നാഷണൽ ഹാൻഡിക്യാപ്ഡ്, ഇപ്പോ ഹാൻഡിക്യാപ്ഡ് എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഹാൻഡിക്യാപ്ഡ് പണ്ടത്തെ വേർഡാണിത്, പുസ്തകത്തിലുള്ളതാണത്. ഇപ്പൊ ഹാൻഡിക്യാപ്ഡ് എന്ന ഫിസിക്കലി ചാലഞ്ചഡ് അങ്ങനെയൊക്കെ ഉള്ള ഇല്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. പിന്നെ ഏറ്റവും പരമപ്രധാനമായ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആണ് ഇന്ത്യ. ആർട്ടിഫിഷ്യൽ ലിംസ്, നമ്മുടെ കാല് നടക്കാൻ ഏതൊരു കാല് നമ്മുടെ ഇതില്ലേ, കാലിൻ്റെ പാദം മറ്റേതൊക്കെ ഉള്ള ഇതുണ്ടാക്കുന്നതാണ് ഓരോരുത്തർക്കുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഓരോരോ ഹിയറിങ് എയ്ഡ്സ്, കണ്ണ് കാണാത്തവർക്ക് അതിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപനമാണ്. നമ്മൾ വളരെയധികം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ നമ്പർ 1 ആണ് ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിങ്ങിലെ ഇന്ത്യ. ഓക്കെ, അടുത്ത് നിഷ. ഇത് കൂടുതൽ പറഞ്ഞില്ല. നഷാമുക്ത്, ഡ്രഗ്സ് കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ. അതിന്റെ അഭിയാൻ മൂവ്മെന്റ്, അതായത് ഡ്രഗ്സ്. അതുകൊണ്ട് നമ്മുടെ ഫാമിലി തരികടായിട്ടും തർപ്പണമായിട്ട് ഇതുണ്ട് കംപ്ലീറ്റ്. ഇപ്പൊ കൊച്ചുകുട്ടികളും എല്ലാം കൂടി ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട്, അത് വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ, ഈവൻ ചില സംസ്ഥാനത്ത് സ്ത്രീകളടക്കമുണ്ട്. അപ്പൊ അതിന്ന് മുക്തി നേടാനുള്ള മൂവ്മെന്റ് ആണ്. അത് വളരെ സക്സസ്ഫുൾ ആണ്. പക്ഷെ സക്സസ്ഫുൾ ആണോ ചോദിച്ചാൽ അല്ല. ഇനിയും ലോങ് വേ ടു ഗോ, എസ്പെഷ്യലി ഇൻ കേരള, വിച്ച് ഈസ് എ സ്മോൾ സ്റ്റേറ്റ് ആസ് കമ്പയർ ടു ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഈക്വൽ ആണ് കേരള സ്റ്റേറ്റ്, ഓർക്കണം. അതില് എത്രത്തോളമാണ് ഇവിടെ ഡ്രഗ്സിന്റെ ഇത് ഒരു ദിവസം പിടിക്കുന്നതെന്ന് അറിയില്ല. ഇത് എവിടെ കൊണ്ടുപോകണം, എവിടേക്കാ കൊണ്ടുപോകണം, ആരെ കഴിക്കണമെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് വി ഹാവ് ടു ബിൽഡ് റിയലി എ ഗുഡ്, ഒരു നല്ല സിറ്റിസൺ സൊസൈറ്റിയിൽ ആയിട്ട്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായിക്കോട്ടെ, എങ്കിലാണ് നമുക്ക് വി ക്യാൻ ഹാവ് മൂവ് ഫോർവേഡ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. പല പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇപ്പോൾ പല കൺട്രീസ് ഇതേമാതിരി സാധനം, നൈജീരിയ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇമ്പോർട്ട് ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ട്. പ്ലെയിനിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് ജീവിതം അത് താറുമാറാകുന്നുണ്ട്. കംപ്ലീറ്റ്. യു ക്യാൻ റീഡ് ഡെയിലി ന്യൂസ് പേപ്പർ, ഞാൻ യു വിൽ കം ടു നോ. യെസ്, സോ ഈ സോഷ്യൽ പോളിസി പറ്റിയിട്ടാണ് നമ്മളിത് പറഞ്ഞത്. അടുത്തത് ബ്ലോക്ക് 2, പോവർട്ടി അലിവേഷൻ. പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യ അനവധി നമ്മൾ പ്രോഗ്രസ് ആണ്, അല്ലെങ്കിൽ എക്കണോമിക്കലി വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സസ്റ്റൈനബിൾ പറഞ്ഞാൽ സുസ്ഥിരമായ വികസനമാണ് വേണ്ടത്. അല്ലാണ്ട് എവിടെയെങ്കിലും വികസിച്ചിട്ട് കാര്യമില്ല. സുസ്ഥിരമായ വികസനമാണ് ഇന്ത്യക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പല സ്റ്റേറ്റും നല്ല വിധത്തിൽ പോകുന്നുണ്ട്. ഇപ്പൊ ചില സ്റ്റേറ്റ് കുറച്ച് ബാക്ക്വേർഡ് ഉണ്ട്. അതല്ല, ഇന്ത്യ ഇതെല്ലാം ഓരോരോ എന്താ പറയുക, നിലവിളക്കുകൾ മാതിരിയാണ് ഓരോ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിനെല്ലാം പുരോഗതി വേണം കംപ്ലീറ്റ്.
മനസ്സിലായില്ലേ? അപ്പൊ അത് പ്ലാനിങ് ഈസ് റിക്വയർഡ് ഫോർ ഈച്ച് ആൻഡ് എവറിഥിങ്. Today morning I was listening to one lecture by an eminent personality about Chandigarh. എത്ര വർഷം മുമ്പേ നെഹ്റുവിന്റെ ടൈമിൽ ഉണ്ടാക്കിയ ഒരു സിറ്റിയാണ്. ആ സിറ്റിയുടെ ബദലായിട്ട് ഒരു സിറ്റി ഉണ്ടാക്കാൻ നമ്മൾ ഇന്ത്യയിൽ ഇതുവരെ പറ്റിയിട്ടില്ല. ഓഫ് കോഴ്സ് ഐ വാസ് ആൾസോ ലിവിങ് ദർ നിയർലി 21 years. അവിടുത്തെ പ്ലാനിങ്ങും അവിടുത്തെ കംപ്ലീറ്റ് മരങ്ങളും അതും ഇതും എങ്ങനെയാണ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് അതിനുള്ള റോഡിന്റെ ഒരു വളവില്ല, ഇതിനുള്ള സ്ട്രൈറ്റ് പ്ലാന്റ് സിറ്റി. ലീ കോർബൂസർ അയാളുടെ നെഹ്റുവിന്റെ ടൈമിലുള്ളതാണ്. ബട്ട് സോ ഫാർ വി കുഡ് നോട്ട് മേക്ക് സച്ച് എ സിറ്റി. അതേമാതിരി വേറൊരു സിമിലർ സിറ്റി നമുക്ക് ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കുറേയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ബാംഗ്ലൂരൊക്കെ. പോരാ, അത് പോരാ. അവിടുത്തെ നമ്മൾ കണ്ടുപിടിക്കുക. അതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും. ഒരു വളവും തിരിവുമില്ല കംപ്ലീറ്റ്. ഓരോരോ സെക്ടറിൽ കോളേജ്, പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ്, ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ്, ഫ്രീ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഫ്രീ, ട്രീറ്റ്മെന്റ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്. പറയാൻ എനിക്ക് കൂടുതൽ സമയമില്ല എനിക്ക്. അങ്ങനെ അതാണ് ഡെവലപ്മെന്റ് പറയുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല. ഡെവലപ്മെന്റ് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു റിയലി സെർവ് ദ സൊസൈറ്റി പ്രോപ്പർലി. അതാണ് ഡെവലപ്മെന്റ് കേട്ടോ. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ദെൻ പോവർട്ടി എസ്റ്റിമേഷൻ. ഇന്ത്യയിലെ കണ്ടമാനം പോവർട്ടിന്റെ, നമ്മുടെ ഇന്ത്യ വളരെ ബാക്ക്വേർഡ് ആണ്. എഗെയിൻ പോവർട്ടിയിലെ നമ്മൾ കുറെ പറയുന്നുണ്ട് പോവർട്ടി ഇറാഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ. ഇന്ദിരാഗാന്ധിയുടെ ടൈമില് ഗരീബി ഹട്ടാവോ എന്നുള്ള പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറെയൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറെ നമ്മുടെ ഇന്ത്യ ലോട്ട് ഓഫ് വീറ്റും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻസും നമ്മുടെ ഗ്രീൻ റെവല്യൂഷനും ഒക്കെ കണ്ടമാനം നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷേ പോരാ. കാരണം പോപ്പുലേഷൻ ഈസ് ഗോയിങ് അപ്പ് ലൈക്ക് എനിത്തിങ്. ഞാൻ പറയട്ടെ, വിത്തിൻ ഷോർട്ട് ടൈം വി വിൽ ബിക്കം ദ മോസ്റ്റ് പോപ്പുലർ കൺട്രി ഇൻ ദ വേൾഡ് ബൈ ബീറ്റിംഗ് ചൈന. മനസ്സിലായില്ലേ? ചൈന അടുത്ത് തന്നെ നമ്മൾ ഇന്ത്യ ബീറ്റ് ചെയ്തിട്ട് നമ്മള്. അപ്പൊ എന്താ വേണ്ടത്? എവിടുന്ന ഭക്ഷണം ഇവർക്ക് കൊടുക്കുക? ഓക്കെ, ഇവർക്ക് എന്തുവേണ്ടേ? വിദ്യാഭ്യാസം വേണ്ടേ? ഷെൽട്ടർ വേണ്ടേ? പല കാര്യങ്ങൾ വേണ്ടേ? അപ്പൊ ഇതൊക്കെ ഇന്ത്യ റെഡി ആക്കണം. കാരണം വെൻ യു ബിക്കം ദ മോസ്റ്റ് പോപ്പുലർ കൺട്രി ഇൻ ദ വേൾഡ് ബൈ ബീറ്റിംഗ് ചൈന. ചൈനയിലെ ഒരു കുട്ടിയാണ് ഇപ്പോൾ അവര് ഇതെല്ലാം കൺട്രോൾ. ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയാണ്. അങ്ങനെയൊക്കെയാണ് അവർ കൺട്രോൾ ചെയ്തത് അവിടെ ഇത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ഇതായിട്ടില്ല. പക്ഷേ നമ്മളെ ഇതില് വളരെ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ചെയ്യണം. എഡ്യൂക്കേഷൻ ഫീൽഡില് അവരുടെ ഹൗസിങ് ഇതൊക്കെ ചെയ്യേണ്ടി വന്നു. കാരണം വി ആർ ആൾസോ എ പുവർ കൺട്രി. അല്ലാണ്ട് നമ്മൾ റിച്ച് കൺട്രി എന്നല്ല. പക്ഷേ നമ്മുടെ റിച്ച് ഒരു കുറെ ആളുടെ പേരിൽ മാത്രമേ ഉള്ളൂ റിച്ച്. ബാക്കിയൊക്കെ സ്റ്റിൽ ആസ് ഇറ്റ് ഈസ് ആണ്. മനസ്സിലായോ? കാരണം അങ്ങനെയാണ് ഇരിക്കുന്നത്. പോരാ, നമുക്ക് വി ഹാവ് ടു ഗോ എ ലോങ് വേ ഫോർ റിമൂവിങ് ദ പോവർട്ടി ഇൻ ദ കൺട്രി കംപ്ലീറ്റ്ലി. ഓക്കെ, ലോട്ട് ഓഫ് പ്രോഗ്രാംസ് ആർ ഇവിടെ വരുന്നുണ്ട്. ടെൻഡൂൽക്കർ ഇതിനെ പല കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു. എങ്ങനെ ഹൗ ടു ഇറാഡിക്കേറ്റ് പോവർട്ടി. ഓർമ്മിക്കണം, പണ്ട് നെഹ്റു ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ ടൈമിൽ അണ്ടർ PL 480 പ്രോഗ്രാമിൽ നമ്മൾ അമേരിക്ക എന്നൊക്കെ പലത് ഇമ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ ആളുകൾക്ക് ഭക്ഷണമൊന്നും ഇല്ലാതെ ഈ പല ഇതൊക്കെ ഇല്ലാണ്ട് ഇപ്പൊ മിൽക്ക് പൗഡർ ഇതൊക്കെ ഇപ്പൊ കടിപിടി കൂടുന്നു. അതായത് കർണാടകയും മറ്റേ ഗുജറാത്തും കൂടി തമ്മിൽ. ഈവൻ ഞാൻ അമേരിക്കയിൽ നിന്നുള്ള ആ പൗഡർ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വി വർ നോട്ട് ഹാവിങ് ദ മിൽക്ക് പ്രൊഡക്ഷനിൽ ഇന്ത്യ വളരെ പൂറായിരുന്നു വൺസ് അപ്പോൺ എ ടൈം. Now India is the largest milk producing country in the world with the blessing of our Varghese Kurian. Okay, now what happened? ഉണ്ടായാലും കുഴപ്പം, ഇല്ലെങ്കിലും കുഴപ്പം. നമ്മളാണ് ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷൻ നമ്പർ 1 ഇൻ ദ വേൾഡ്. ഇപ്പൊ കർണാടകയിലെ നന്ദിനി എന്തോന്ന് പറഞ്ഞിട്ട് ഒരു അത് അവിടെ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ. അവിടെ ഒരു മിൽക്ക് ഇതുണ്ട് ഇതേമാതിരി അമൂലിനെ മാതിരിയുള്ളത്. പിന്നെ അവിടെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടി നോക്കി. എവിടെ? കർണാടകയിൽ വിൽക്കാൻ. ആ കർണാടകക്കാർ സമ്മതിക്കുന്നില്ല. കാരണം ഫാർമേഴ്സ് വളരെ റിപ്യൂട്ടഡ് മിൽക്കാണത് ഇവിടെ കർണാടകത്തിൽ. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണം ഓരോരുത്തരുടെ. ഇവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫാർമേഴ്സിന് ജോലി ഇല്ലാണ്ട് പോകും. അങ്ങനെ പ്രശ്നം വരും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം. വിഷനാണ് വേണ്ട ഒരു ഗവൺമെന്റ്. അതാണ് ഗവേണൻസ്. മനസ്സിലായില്ലേ? നൗ പല കമ്മിറ്റി നമ്മൾ ടെൻഡൂൽക്കർ കമ്മിറ്റി, NC സക്സേന കമ്മിറ്റി, ഇതിന്റെ കാസ്റ്റ് സെൻസസ് എക്കണോമിക് എത്ര നോക്കൂ. ഈ ബ്രാഹ്മിൺ, ഒരിക്കലും ഞാൻ കാസ്റ്റിനെ പറ്റി പറയല്ല.
ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. നമ്മൾ ഇത് ഫണ്ടമെന്റൽ നമ്മുടെ ഭരണഘടന പ്രകാരം ഒരു കാസ്റ്റോ ഒരു റിലീജിയനോ ഒന്നും നമ്മൾ പറയരുത്. പക്ഷെ ഞാനിവിടെ പറയുന്ന ഒരു പോയിന്റ് വേറെയാണ്. അതായത് ഒരു കാലത്ത് എത്രയോ പണവും പ്രതാപം ഉണ്ടായിരുന്ന ആളുകളുണ്ട്, ഈ ബ്രാഹ്മിൻസ് ഒക്കെ. ചില സമയത്ത് ചിലവരൊക്കെ ഇന്ന് പരിതാപകരമായ സ്ഥിതിയാണ് ചിലവരുടെയൊക്കെ. അമ്പലത്തിൽ പൂജ ചെയ്യുമ്പോൾ 10 പൈസ വരുമാനം ഇല്ലാത്ത അമ്പലങ്ങളുണ്ട്. അവിടെ പൂജ ചെയ്യുന്ന ആളുകളുണ്ട്. അവര് എത്രയുണ്ട്. ഒരു ആരും പോയിട്ട് അവിടെ ഒന്ന് കൈ ഊപ്പി പോകാന്നല്ലാണ്ട് 10 പൈസ ഇട്ടില്ല. അങ്ങനത്തെ ചില അമ്പലങ്ങളുണ്ട്. അവിടെ പൂജ ചെയ്യുന്ന ബ്രാഹ്മിൻസ് ഉണ്ട്. അവരെങ്ങനെയാ അവരുടെ കുടുംബം വലുത്തുക? അപ്പൊ അവര് നമ്മുടെ സൊസൈറ്റിയിൽ ടോപ്പിലാണ് നിൽക്കണേ. പക്ഷേ ജീവിതം വളരെ കഷ്ടപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? എക്കണോമിക്കലി നമ്മളിതൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളിതെല്ലാം ശ്രദ്ധിച്ച് ആരൊക്കെയാണ് വേണ്ടത്, അതേമാതിരി നീഡ് ബേസ്ഡ് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് വേണം. അപ്പർ കാസ്റ്റ് ആയാലും ശരി, അതിൽ പൂറായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് സെൻസസ് എടുത്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അതാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടി. അല്ലാണ്ട് രാഷ്ട്രീയം പറഞ്ഞ് നടക്കലല്ല, ജനങ്ങൾക്ക് സേവനം ചെയ്യണം. ആരാണെന്ന് കണ്ടറിഞ്ഞ് അവർക്ക് കൊടുക്കണം. ഇതേമാതിരി എനിക്കറിയാം, ഇലയിൽ ചോറ് ഉണ്ണുന്ന ആളെ തേക്കിന്റെ ഇലയിൽ ശാപ്പാട് കഴിക്കുന്ന ഇത് കണ്ടിട്ടുണ്ട്. അരി മറ്റുള്ളവരെ നമ്മൾ മേടിച്ച് ശാപ്പാട് കഴിക്കുന്നു. എത്രയോ പണക്കാരായ ആളുകളായിരുന്നു. ഷാനി ഉണ്ടായിരുന്നു വീട്ടിൽ. ഇവർക്ക് ഒന്നുമില്ല. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. പോവർട്ടി ഇന്ത്യയിലുണ്ട്, വേണ്ടത്രയുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എസ്പെഷ്യലി ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, നോട്ട് അറ്റ് ദ ഡിസൈഡ് ലെവൽ ഇൻ ഓൾ സ്റ്റേറ്റ്സ്, ഈവൻ ഇൻക്ലൂഡിങ് കേരള. കാരണം നമ്മളെ ആഡ്വക്കേറ്റ് അറ്റൻഷൻ കൊടുക്കുന്നില്ല. അഗ്രികൾച്ചർ നമ്മൾ ചെയ്യാൻ ആളുകളില്ല. we are just taking the people from other states and our നമ്മുടെ ഫെർട്ടിലിറ്റി ഉള്ള ലാൻഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. We are purchasing rice, everything from other states. It is not advisable at all. Okay, because when we are having the land, when we are having the people, we have to utilize them properly, we have to encourage them properly. ഇന്നലെ മിന്നാമത്തെ പേപ്പറിൽ കൊണ്ട് എത്രയോ നെല്ല് അങ്ങനെ റൂട്ട് കൂടെ ഇട്ടിട്ടൊക്കെയാണ് ലിഫ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. പൈസ കൊടുക്കുന്നില്ല കർഷകർ. അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ ഇറാഡിക്കേറ്റ്. എന്നാലല്ലേ നമ്മൾ ഈ നമ്മുടെ പോവർട്ടി റിമൂവ് ചെയ്യാൻ പറ്റൂ. അവർ കടം മേടിച്ചിട്ടാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ പല കമ്മിറ്റി ഉണ്ട്, ഇതൊക്കെ നോക്കണം. പിന്നെ ഗ്രാമപഞ്ചായത്ത് ടു എൻഷുർ ഓൾ ഗവൺമെന്റ്. ഇവിടെ ഒരു കാര്യം പറയണ്ട, ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കും. നോക്കൂ, ഗ്രാമപഞ്ചായത്ത് പറഞ്ഞാൽ അവിടെ പ്രസിഡന്റായിട്ട് ഇരുന്നാൽ പോരാ. മനസ്സിലായോ? ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ട് അറിഞ്ഞ് പ്രവർത്തിക്കണം. അല്ലാണ്ട് അടിപിടി കൂടിയാനല്ല. അവിടെ അങ്ങോട്ട് ആരാണ് മെജോറിറ്റി, ഇങ്ങോട്ട് മെജോറിറ്റി, അതല്ല. ജനങ്ങളുടെ ഇപ്പൊ വെള്ളമില്ല, ഇപ്പൊ വേനൽക്കാലം വരാൻ അതിനുള്ള ഫെസിലിറ്റീസ്. ശവം മറ ചെയ്യാനുള്ള ഇതില്ല, കുഴിച്ചിടാനുള്ളത്, അല്ലെങ്കിൽ കത്തിച്ചു കളയാനുള്ള സ്ഥലം. ഇതേമാതിരി ജനങ്ങൾക്ക് റോഡ്, പൈപ്പ് ഇടണവും പൈപ്പിൽ ഒരിക്കലും വെള്ളം വരില്ല. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് ഇത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ പദവിയിൽ ഇരിക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് സേവനം പറ്റാത്ത ആളുകളാണ് ചെയ്യരുത്. അതാണ് ഏറ്റവും ഉത്തമം. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ ആളുകളെ വെറും പൊസിഷന് വേണ്ടിയിട്ട്. അതല്ല വേണ്ടത്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒന്നും പുസ്തകത്തിലുള്ളതല്ല കേട്ടോ, ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ലിവ്സ് ഇൻ വില്ലേജസ്. വില്ലേജ് പ്രോസ്പർ ആയിട്ടില്ലെങ്കിൽ ഇന്ത്യ വികസിക്കില്ല. നിങ്ങൾ എവിടെ ഡൽഹിയിലായിക്കോട്ടെ, വില്ലേജ് 60%, 70% നമ്മുടെ ഫാർമേഴ്സാണ്. അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ ഇന്ത്യ എവിടെ നിന്ന് വികസിക്കുക? അവർക്ക് ജോലി 6 മാസം പോലും ജോലി ഇല്ല. അത് കഴിഞ്ഞിട്ട് അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് ജോലിക്കാൻ പോകണം. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആധാർ, മൊബൈൽ, ഇതൊക്കെ യോജിപ്പിച്ചിട്ട് ചില സ്കീമൊക്കെ ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി വന്നതിന്റെ ശേഷം പല നമ്മുടെ ഡിജിറ്റൽ, കാരണം ഓഫ് കോഴ്സ് കൊറോണ വന്നതിന്റെ ശേഷം നമുക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഈ ഡിജിറ്റലൈസേഷൻ പലതും ബാങ്കിങ്ങിലൊക്കെ. അപ്പോൾ ആധാർ ബേസ്ഡ് പല ജൻധൻ യോജന, ആധാർ, മൊബൈൽ, ജാം, ട്രിനിറ്റി, 3 ആധാറും മൊബൈലും മറ്റേ അങ്ങനെയുള്ള പല പ്രോഗ്രാംസും വന്നിട്ടുണ്ട് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ട്. അതേമാതിരി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഇതാണ് പരമപ്രധാനം. കർഷകർക്ക് ഡയറക്റ്റ് ആയിട്ട് പൈസ കൊടുക്കുക, അല്ലാണ്ട് മീഡിയ ഒരു ഇതിൽ ഏജന്റ് അല്ല. അവർക്ക് നേരിട്ട് 2000 രൂപ 3 പ്രാവശ്യത്തെ 6000 രൂപ കൊടുക്കുന്നത്. ഇത് പ്രൈം മിനിസ്റ്ററുടെ ഒരു ഇതാണ്, DBT, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ പെൻഷന് കൊടുക്കണ്ടല്ലോ. അത് പെൻഷൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അതും കൂടി കമ്പയർ ചെയ്യരുത്. ഫാർമേഴ്സിന് കൊടുക്കുന്നത് ഡയറക്റ്റ്
ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. അത് ശരിക്കും എല്ലാവരും കിട്ടുന്നുണ്ട്, ആരെല്ലാം രജിസ്റ്റർ ചെയ്യുന്നവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡിജിറ്റലൈസേഷൻ വളരെ ഉപകാരപ്രദമായിട്ട് ഇപ്പോൾ ATM അതും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇന്ത്യ പല കാര്യങ്ങളിലും നമ്മൾ നമ്പർ 1 ആണ്. ഇനി ഓട്ടോമാറ്റിക് നോ ഹിയർ ദി പ്രോഗ്രാം ഓഫ് സ്പെസിഫിക് പ്രിയോറിറ്റി ലിസ്റ്റ് ജനറേറ്റഡ് ഗിവിംഗ് ദ ഫിസിക്കൽ ഓക്കെ ദി സെലക്ഷൻ ഓഫ് ദ. പിന്നെ ഇവിടെയാണ് കളിക്കുന്നത്. ഈ സെലക്ഷൻ ഓഫ് ബെനിഫിഷ്യറി ഉണ്ടല്ലോ, ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ടെന്ന്, അത് കറക്റ്റായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഒരു വീട്ടിൽ തന്നെ 4 പെൻഷൻ, മറ്റേ വീട്ടിലൊന്നുമില്ല, അത് പാടില്ല. അപ്പൊ അത് ബെനിഫിഷ്യറിയെ കണ്ടുപിടിക്കുന്നത് ശരിയായ വിധത്തിലായിരിക്കണം. രാഷ്ട്രീയം ഒന്നും പാടില്ല. ഗ്രാം സഭ ഷുഡ് ആക്ട് ഇൻ എ റെസ്പോൺസിബിൾ മാനർ ആൻഡ് ഐഡന്റിഫൈ and establish the real truth and extend the benefit to the ordinary people. മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് അങ്ങനെ അത്, കാരണം നമ്മുടെ ആളുകളോട് സമ്പർക്കം പുറന്നവരാണ്. അപ്പൊ അങ്ങനെ പിന്നെ ദിസ് സബ്സ്റ്റാൻഷ്യലി എൻഹാൻസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ദ ഗവൺമെന്റ്. അപ്പൊ അങ്ങനെ ഗവൺമെന്റിന്റെ പലതും. പിന്നെ കറണ്ട് ലെവൽ ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ 21.92% 2011-12 IMF-ന്റെ അത് കംപ്ലീറ്റ് റിപ്പോർട്ട്. വേൾഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് നമ്മുടെ. 21.2% നമ്മുടെ പോവർട്ടി ഉണ്ട്. പിന്നെ 62 റിപ്പോർട്ട് ദാറ്റ് ഇന്ത്യ വാസ് 62% എമംഗ് 107 രാജ്യത്തിൽ 62 സ്ഥാനം പോരാ ഇന്ത്യ. ഓക്കെ, ഏത് ഇത് 2011 റിപ്പോർട്ടാണ്. അപ്പൊ പോപ്പുലേഷൻ കൂടുന്നു. പിന്നെ പുഷ്ഡ് മെനി പോവർട്ടി ഇൻ ഇന്ത്യ. ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പോരാ. കാരണം എന്താ വെച്ചാൽ ലോട്ട് ഓഫ് population is increasing. Definitely agriculture production has to go and poverty should be eradicated from the country. പിന്നെ വേറെ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും, ബർമയിൽ നിന്നൊക്കെ മ്യാൻമാർ എന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് പല സ്ഥലത്തും, ശ്രീലങ്ക അതേമാതിരി രാജ്യങ്ങൾ, അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഡൽഹിയിലൊക്കെ, കേട്ടോ. പിന്നെ കൺക്ലൂഷൻ in this unit we had discussed sorry for small interruption of few seconds or a minute because of power this thing. So don't worry, whatever left balance is left with tomorrow I will tell you that. But let me conclude this. In this unit we had discussed various poverty പല വിധത്തിലുണ്ട്. അതായത് ഓരോ കാര്യങ്ങളിലുണ്ട്, പല വിധത്തിലാണ് അനുഭവിക്കുന്നത്. അപ്പൊ എസ്റ്റിമേഷൻ മെത്തേഡ് പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ, അതിനെ പറ്റിയിട്ടാണ്. ദിസ് ഈസ് കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പലതും വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ് ഇതാണ്. ഇത് 2ാമത്തെ ചാപ്റ്റർ ആണത്, 3ാമത്തെ. So this is for the reason that poverty measurements serve as a barometer of the extent of the success of strategies. നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം, ഇതിന്റെ പോവർട്ടി റിഡ്യൂസ് ചെയ്യണം. ഇത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, ഇപ്പൊ നിതി ആയോഗാണ്, അവരുടെ പ്രിയോറിറ്റിയാണ് പോവർട്ടി റിഡക്ഷൻസ്. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ 5 year പ്ലാൻ സ്റ്റാർട്ട് ചെയ്തതിന് തന്നെ നമ്മുടെ ഒരു 5 year പ്ലാൻ ഇതാണ്, പോവർട്ടി ഇറാഡിക്കേഷൻ ആയിരുന്നു. അത് ഇറ്റ് ഈസ് നോട്ട് ഈസി തിങ്. ഇമ്മീഡിയറ്റ്ലി വി കനോട്ട് ഡു ദാറ്റ്. Large population. So when we say poverty denote as per the World Bank and pronounce deprivation and well-being and include low income and higher income and ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ബേസിക് ആയിട്ട് എന്താണ് ജനങ്ങൾക്ക് ഡിഗ്നിറ്റി ഓഫ് ദ പീപ്പിൾ, എസ്റ്റീം, അതായത് സൊസൈറ്റിയിലെ ഓരോരുത്തർക്കും സ്ഥാനമുണ്ട്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതന്നെ ഇറ്റ് ആൾസോ, കാരണം പണമില്ലാത്തവനും പണമുള്ളവനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതേമാതിരി ചെറിയ മിനിമം അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഒരു സൊസൈറ്റിയിൽ അവർക്ക് സ്ഥാനം നമ്മൾ ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് പണിയാണ്. ഇറ്റ് ആൾസോ എൻകംപാസസ് ലോ ലെവൽസ് ഓഫ് ഹെൽത്ത് ലോ ലെവൽ, എഡ്യൂക്കേഷൻ ലോ ലെവൽ, പൂവർ ആക്സസ് ടു ക്ലീൻ വാട്ടർ. ഓൾ ഇന്ത്യ ബേസിസ് ദിസ് പ്രോബ്ലം ഈസ് ദർ. ഓക്കെ, ഏറ്റവും നല്ല വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നത് എവിടെ അറിയോ? ലോകത്തിലെ ചിലി. നമ്മുടെ പലതും എങ്ങനെയാണെന്ന്. അപ്പൊ അതല്ല വേണ്ടത്. അതുകൊണ്ടാണ് അസുഖങ്ങൾ പലതും വരുന്നത്. ഓക്കെ, വാട്ടർ ബോൺ ഡിസീസസ് ഉണ്ട്. അപ്പൊ സാനിറ്റേഷൻ അറിയാലോ, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന്. ഇന്നാഡിക്വേറ്റ് ഫിസിക്കൽ സെക്യൂരിറ്റി, ലാക്ക് ഓഫ് വോയിസ്, പറഞ്ഞാൽ കേൾക്കില്ല, അതിനെ ലാക്ക് ഓഫ് വോയിസ്, ആൻഡ് ഇൻസഫിഷ്യന്റ് കപ്പാസിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ബെറ്റർ വൺസ് ലൈഫ്. അതായത് നമ്മൾ ഓരോരുത്തരുടെ ലൈഫിന്റെ ഇംപ്രൂവ്മെന്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ദ വേ ഫോർവേഡ് ഇൻ കമ്പാറ്റിംഗ് പോവർട്ടി ഈസ് ആൾസോ മെൻഷൻ ഇൻ ഓൾറെഡി പ്രൊവൈഡിങ് ഇമ്മൻസ് പൊട്ടൻഷ്യൽ. പക്ഷെ നമ്മുടെ ഇന്ത്യക്ക് നല്ല കഴിവുകളുണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് വളരെ നല്ലതാണ്, ഗവൺമെന്റിന്റെ പല പോളിസീസ് ഉണ്ട്. അത് എഫക്റ്റീവ്ലി ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന് ഗുഡ് അഡ്മിനിസ്ട്രേഷൻ, സ്കിൽഡ് മാൻ പവർ ഈസ് ആൾസോ റിക്വയർഡ് സോ ദാറ്റ് അവർ ഓർഡിനറി പീപ്പിൾ ആൾസോ വിൽ ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ദീസ് ലാർജ് നമ്പർ ഓഫ് schemes announced by the central government as well as state government. Okay, see you tomorrow.
താങ്ക് യു വെരി മച്ച്.